ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ക്രിസ്തുമസ് ഇങ്ങ് എത്താറായല്ലേ? അപ്പോൾ ക്രിസ്തുമസ് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ഫ്രൂട്ട്സ് കേക്ക് ആവാം. ഇന്നത്തെ എപ്പിസോഡിൽ നല്ല അടിപൊളി ഫ്രൂട്ട്സ് കേക്കാണ്. ഫ്രൂട്ട്സ് കേക്ക് എന്ന് കേൾക്കുമ്പോൾ ആരും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ചെയ്യാവുന്ന അടിപൊളി കേക്കാണ്. എത്ര കഴിച്ചാലും മതി വരാത്തൊരു കേക്കാണ് കേട്ടോ ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളും വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ അവൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ബീറ്റർ വേണ്ട, വിപ്പിംഗ് ക്രീം വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഈ ഫ്രൂട്ട്സ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, അതായത് അണ്ടിപ്പരിപ്പ്, ബദാം, അതുപോലെ തന്നെ വെള്ളമുന്തിരി, അതുപോലെ ഡേറ്റ്സ്, ഈന്തപ്പഴമാണ്, പിന്നെ കറുത്ത മുന്തിരി, ഇത് ചെറിയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇത് ടൂട്ടി ഫ്രൂട്ടി ആണ്, ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അത് മാത്രം ഇതുപോലെ ചോപ്പ് ചെയ്ത് ഇടുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ഓറഞ്ച് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുത്തതാണ്, വെള്ളം ഒഴിക്കാണ്ട് അതിൻ്റെ നീര് മാത്രം എടുത്തതാണ് കേട്ടോ. അത് ഒഴിച്ചിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ആ ഓറഞ്ച് ജ്യൂസിലിരുന്ന് അത് നന്നായിട്ട് കുതിർന്ന് വരണം കേട്ടോ. നിങ്ങൾ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഇടുന്നത് അത് നന്നായിട്ട് കുതിർന്ന് വരണം 1 മണിക്കൂർ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള ജോലികൾ നോക്കാം. ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, പിന്നെ ഏലക്കായയുടെ സീഡ്സ്, ഒരെണ്ണത്തിൻ്റെ സീഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഇത് 1.25 ഗ്ലാസ് വരും ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഈ പഞ്ചസാര. നമ്മൾ ആ ഗ്ലാസ്സിൽ തന്നെ ആയിരിക്കണം ഇപ്പം കേക്കിന് വേണ്ടുന്ന മാവ് എല്ലാം എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്, അത് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് പാനിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതാ അത് ശ്രദ്ധിക്കുക എങ്ങനെയാണ്. അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് പഞ്ചസാര. അത് ഈ ഒരു കളർ ആവുമ്പോൾ, ഇതാ കണ്ടില്ലേ, ഈ ഒരു കളർ വരുമ്പോൾ നമ്മളിത് അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, പ്ലെയിൻ വാട്ടർ. എന്നിട്ട് അത് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാനുള്ള പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ആ പാൻ നമുക്ക് അവിടെ നീക്കി വയ്ക്കാം. ഇനി നമുക്കിതാ 2 പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ഗ്ലാസോളം മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടില്ലേ ആ ഷുഗർ, പഞ്ചസാര പൗഡർ, അത് 1.25 ഗ്ലാസ് ഉണ്ട്. ഇനി 1/2 സ്പൂണോളം ബേക്കിംഗ് പൗഡർ, ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡ, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാൻ ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് 2-3 തവണ നിങ്ങൾ അരിച്ചെടുത്തോളൂ. ഇതിപ്പോൾ ഞാൻ 2 തവണ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് എല്ലാം കറക്റ്റായിട്ട് മിക്സ് ആവുള്ളൂ കേട്ടോ. ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പൊടിയിലേക്ക് നമുക്കിത് ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആറിയ പാലാണ്, ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച പാൽ ഉപയോഗിക്കരുത് കേട്ടോ. തിളപ്പിച്ചിട്ട് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ആറിയ പാലാണ്. അത് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് നമ്മൾ ലൂസാക്കരുത് കേട്ടോ ബാറ്റർ. നമുക്ക് അതിലേക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആ ഓറഞ്ച് ജ്യൂസിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ 1 മണിക്കൂർ മുമ്പ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അതിലേക്ക് പിന്നെ കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, പഞ്ചസാര നേരത്തെ ഉരുക്കിയത്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വാനില എസൻസ്, ഇത് സൺഫ്ലവർ ഓയിലാണ്, ഒരു 6 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ, സാധാരണ കേക്കിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസ് ആവരുത്, ഒരുപാട് തിക്ക് ആവരുത്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം.
ആ സമയം കൊണ്ട് നമ്മളിതാ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, ഇത് നോൺ സ്റ്റിക്ക് പാൻ ആണ്. നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണ് ഉള്ളത്, കുറച്ച് ഹൈറ്റ് ഉള്ള പാത്രം എടുക്കാൻ നോക്കുക. അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പാത്രം എടുക്കുമ്പോൾ നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട്, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ മാത്രം. അപ്പം ഞാൻ ദേ കറുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും വെച്ചിട്ടാണ് മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല. എപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം ബേക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇത് ക്ലോസ് ചെയ്യാം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ചൂട് കട്ടിയുള്ള പാൻ അതിലേക്ക് ഇതാ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ബാറ്റർ വെച്ച ഈ പാൻ കൂടെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എനിക്ക് എടുത്തത് 50 മിനിറ്റ് ആണ് കേട്ടോ. 50 മിനിറ്റിനുള്ളിൽ അത് ബേക്കായി കിട്ടും. ഒരു 35 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ വേവ് എത്രയായെന്നുള്ളത്. ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. ഇതിപ്പോൾ 50 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കുത്തി നോക്കുന്നത്. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിതാ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതാ കണ്ടില്ലേ, പാത്രം കണ്ടില്ലേ. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഓയിൽ പേപ്പറും വെച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ പേപ്പർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക, അതായത് ബട്ടർ പേപ്പർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അത് കാണാത്തവർ കാണാം. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ സാധാരണ പാത്രം വെച്ച് കൊടുക്കുന്ന ആൾക്കാർ നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം ഓയിൽ പേപ്പറും അടിയിൽ വെച്ച് കൊടുത്തോളൂ, അതായത് ബട്ടർ പേപ്പർ കേട്ടോ. നമുക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. മുറിച്ച് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മധുരം എല്ലാം കൂടി ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പം തന്നെയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചൻ്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 3 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൻ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് കേട് ദോശ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സന്ധ്യ വംശി, ചെന്നൈ, തമിഴ്നാടു. താങ്ക് യു സന്ധ്യ. അടുത്തത് റവ അപ്പം വിത്ത് കോക്കനട്ട് ചട്നി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സാൻഡി ഷാബു, കരുവന്നൂർ, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. താങ്ക് യു സാൻഡി. അടുത്തത് അവൽ ലഡു ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സ്മിത സുരേഷ്, പെരിഞ്ഞനം, തൃശ്ശൂർ. താങ്ക് യു സ്മിത സുരേഷ്. ഇനി നിങ്ങൾക്കും ഇതുപോലെ മനുക്കുട്ടൻസ് കിച്ചൻ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനുക്കുട്ടൻസ് കിച്ചന് അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോകൾ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.